ഹലോ, ഹായ്, നമസ്കാരം. ഇന്ന് 5 സെക്കൻഡ്സ് വ്യൂ ഡിസ്കസ് ചെയ്യുന്നത് ഇസ്രായേൽ വേഴ്സസ് ഇറാൻ. ഒരു സ്ട്രാറ്റജിക് അപ്പർ ഹാൻഡ് ആർക്കാണ് ഇന്നത്തെ കോൺഫ്ലിക്റ്റിന് ശേഷമുള്ളത് എന്നുള്ളതാണ്. ദ സ്ട്രൈക്ക് ആൻഡ് ദ കൗണ്ടർ സ്ട്രൈക്ക്. സിറിയയിലുള്ള ഇറാൻ എംബസി ഇസ്രായേൽ ആക്രമിക്കുന്നു. അതിനുശേഷം ഡ്രോൺ അറ്റാക്കുകൾ ഇറാൻ ഇസ്രായേലിന് നേരെ നടത്തുന്നു. ഒരു നരേറ്റീവ് ബിൽഡ് ചെയ്യുന്നു. ഇസ്രായേൽ വിജയിച്ചു. അത് ഗ്രാൻഡ് സ്ട്രാറ്റജി ആയിരുന്നു അവരുടെ. ഇറാൻ പേടിച്ചിറങ്ങി ഓടി. ഖുമൈനി ബങ്കറിന്റെ ഉള്ളിലേക്ക് ഓടിപ്പോയി എന്നുള്ള ന്യൂസസ് ഒക്കെയാണ് കേൾക്കുന്നത്. ഇസ് ഇറ്റ് ട്രൂ? ആർക്കാണ് സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് ഉണ്ടായത്? നമുക്ക് അങ്ങനെ ആ ഒരു ഫൈനലൈസേഷനിലേക്ക് നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ, അത് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോയിന്റ് ബൈ പോയിന്റ് ഓരോ രാഷ്ട്രത്തിന്റെയും സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ് എന്തായിരുന്നു എന്ന് അനലൈസ് ചെയ്യണം. ഗോ ബാക്ക് ടു ഇസ്രായേൽ. എന്തായിരുന്നു ഇസ്രായേലിന്റെ ലക്ഷ്യം? കുറച്ച് നാൾ മുമ്പ് ഈ സിറിയയിലുള്ള ഇറാന്റെ എംബസി ആക്രമിക്കുന്നതിന് മുമ്പ് നമ്മൾ കണ്ടത് ബാക്ക് ഫുട്ടിലായി നിൽക്കുന്ന ഇസ്രായേലിനെയാണ്. കാരണം ഹമാസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആക്രമണങ്ങളിൽ ലോകം മുഴുവൻ ഇത് പലസ്തീൻ ജനതയ്ക്കെതിരെയുള്ളതാണ് എന്ന് പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തുകയും കംപ്ലീറ്റ്ലി ബാക്ക് ഫുട്ടിലേക്ക് പോയ ഒരു ഇസ്രായേലാണ്. അതിൽ നിന്നുള്ളൊരു ഗ്രാൻഡ് ഡൈവേർഷൻ സ്ട്രാറ്റജി, ഒരു സ്ട്രാറ്റജിക് വ്യൂ ആയിരുന്നു അവരെടുത്തത്. എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് ഹമാസിനെയും നശിപ്പിക്കണം, അതുപോലെ തന്നെ ഇതിനെ മുഴുവൻ ഫ്യൂവൽ ചെയ്യുന്ന ഇറാനെയും അടിക്കണം. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്രാൻഡ് ഡൈവേർഷൻ എന്തായിരിക്കണം? ഡയറക്റ്റ് ഫൈറ്റ് വിത്ത് ഇറാൻ, ഒരു ബ്രൂട്ട് ഫൈറ്റ് വിത്ത് ഇറാൻ, വൺസ് ആൻഡ് ഫോർ ഓൾ. ഈ പറഞ്ഞ മുഴുവൻ ഇഷ്യൂസും ഇറാനുമായിട്ട് സെറ്റിൽ ചെയ്യുക, ഇറാനെ തകർത്തുകൊണ്ട് സെറ്റിൽ ചെയ്യുക എന്ന ഒരു ഗ്രാൻഡ് സ്ട്രാറ്റജി വെച്ചുകൊണ്ടാണ് അവര് സിറിയയിലുള്ള ഇറാന്റെ എംബസി കയറി അടിച്ചത്. 5-8 ജനറൽമാരെ നേരെ കാലപുരിക്ക് അയച്ചു. ദേവർ എക്സ്പെക്ടിങ്, ഇസ്രായേൽ എക്സ്പെക്ടിങ് ഒരു ഹെവി റെസ്പോൺസ് ഫ്രം ഇറാൻ ആയിരുന്നു എക്സ്പെക്ട് ചെയ്തിരുന്നത്. പക്ഷേ ഇറാൻ എന്ത് ചെയ്തു? അവർക്ക് രണ്ട് കാര്യങ്ങളാണ് ഇതിൽ നിന്ന് റെസ്പോൺസിലൂടെ അച്ചീവ് ചെയ്യേണ്ടത്. ഡൊമസ്റ്റിക് പോപ്പുലേഷൻ, ലോക്കൽസ്, അവിടുത്തെ പോപ്പുലേഷനെ അവർക്ക് കൺസ്യൂം ചെയ്യാൻ ഒരു ന്യൂസ് കൊടുക്കുക. അതുപോലെ തന്നെ ഇസ്രായേലിനൊരു സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് വരുന്ന ഒരു മൂവും ചെയ്യാതിരിക്കുക. തോട്ട് ഔട്ട് ആയിട്ടുള്ളൊരു പ്ലാനാണ് ഇറാൻ ചെയ്തത്. 9 മണിക്കൂർ 8 മണിക്കൂർ കൊണ്ട് പറന്നു ചെല്ലാവുന്ന ഡ്രോണുകൾ ഉപയോഗിച്ച്, ആർക്കും നശിപ്പിക്കാവുന്ന ഡ്രോൺസും മിസൈൽസും ഉപയോഗിച്ചുകൊണ്ട് 10-300 മിസൈൽസ് ഇവിടുന്ന് പറത്തിവിട്ട് ഇസ്രായേലിന് നേരെ അവർ ആക്രമണം തൊടുത്തുവിട്ടു. അതൊരു ടോൺ ഡൗൺ സബ്വേഴ്സീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ് ഇറാനിൽ നിന്ന് വന്നത്. അതുകൊണ്ടിട്ട് എന്ത് സംഭവിച്ചു? ഇപ്പൊ ബോളിരിക്കുന്നത് ഇസ്രായേലിന്റെ കോർട്ടിലാണ്. എന്നെ അടി, ഞാൻ നിന്നെ അടിച്ചില്ലേ എന്ന് പറഞ്ഞ് ചെന്ന ഇസ്രായേലിനോട് ഓടാപ്പാ നീ എന്നെ അടി എന്ന് പറഞ്ഞ് ഈ ഒരു ചെറിയ സാധനം ഇട്ട് കൊടുത്തു. നൗ ഇസ്രായേൽ എന്താണ് ചെയ്യേണ്ടത്? ഇനി ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് തിരിച്ചടിക്കണം. അങ്ങനെ അടിച്ചാൽ ഇവരുടെ സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് നഷ്ടപ്പെടും. കാരണം ഒരു ബ്രൂട്ട് ഫോഴ്സിലാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചിരുന്നതെങ്കിൽ ഇസ്രായേൽ വാസ് ജസ്റ്റിഫൈഡ്, വെസ്റ്റ് വിൽ ബി ഹാപ്പി, അവർക്ക് തിരിച്ചടിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് ഇറാൻ ഒരു ചെറിയൊരു ബോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇസ്രായേലിന്റെ കോർട്ടിലേക്കാണ്. നൗ ദേ ഹാവ് ടു അപ്പ് ദ ആൻഡ് ഓർ ലീവ് ഇറ്റ്. ആ സമയത്ത് ഇസ്രായേലിന്റെ മിലിറ്ററി മിനിസ്ട്രി അവർ തീരുമാനിച്ചായിരുന്നു ഒരു ബ്രൂട്ട് ഫോഴ്സിൽ തിരിച്ചടിക്കാനായിട്ട്. പക്ഷേ USA ഹാസ് അഡ്വൈസ്ഡ്, ജോ ബൈഡൻ വിളിച്ചു, മോനെ നെതന്യാഹു, കാം ഡൗൺ. കാം ഡൗൺ മീൻസ് കാം ഡൗൺ. ഇതാണ് ഇതിൽ നിന്നുണ്ടായിരുന്ന എൻ്റെ ഔട്ട്കം. നൗ ഇതിന്റെ സ്ട്രാറ്റജിക് ഇംപ്ലിക്കേഷൻസ് എന്താണ്? ഹു ഹാസ് വൺ? നരേറ്റീവ്, വെസ്റ്റേൺ മീഡിയ, യൂട്യൂബ്, സോഷ്യൽ മീഡിയ കൺട്രോൾ ചെയ്യുന്ന വെസ്റ്റേൺ ഇംഗ്ലീഷ് സ്പീക്കിംഗ് മീഡിയ, അവർക്ക് എന്ത് വേണമെങ്കിലും നരേറ്റീവ് ബിൽഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതിന്റെ സ്ട്രാറ്റജിക് ഇംപ്ലിക്കേഷൻസ് എന്താണ്? വാട്ട് ഈസ് എ ട്രൂത്ത്? ഏറ്റവും വലിയ ട്രൂത്ത് എന്താണ്? ഇറാനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് റഷ്യയും ചൈനയും തയ്യാറാണ്. റഷ്യയും ചൈനയും ഹോൾ ഹാർട്ടഡ്ലി ഇറാന്റെ പുറകെ നിന്നാൽ ടോട്ടൽ പവർ പ്രൊജക്ഷൻ വെസ്റ്റ് വേഴ്സസ് ദിസ് ട്രയാങ്കിൾ ഈസ് 1:8. ഒരാളെ നമ്മൾ യുദ്ധമുന്നണിയിൽ വെസ്റ്റിന് ഇറക്കുമ്പോൾ 8 പേരെ ഇറക്കാനുള്ള കപ്പാസിറ്റി ഈ ട്രയാങ്കിളിനുണ്ട്. USA ഒരാളെ ഇറക്കുമ്പോൾ, വെസ്റ്റ് ഒരാളെ ഇറക്കുമ്പോൾ, ഇറാൻ, ചൈന ആൻഡ് റഷ്യക്ക് 8 പേരെ ഗ്രൗണ്ടിൽ ഇറക്കാൻ സാധിക്കും. ഇതാണ് പവർ പാരിറ്റി, ഇതാണ് ഡിസ്പാരിറ്റി. ഈ ഡിഫറൻസിൽ ഒരു വെസ്റ്റേൺ കൺട്രി യുദ്ധം ചെയ്യാൻ വരില്ല. 2, ഇസ്രായേലിന് ഹമാസിനെ ഇനി ബ്രോഡ് ഫോഴ്സ് ഉപയോഗിച്ച്
കരുത്തുപയോഗിച്ച് നശിപ്പിക്കാൻ സാധിക്കില്ല. കാരണം കൊളാട്രൽ ഡാമേജ് ഉണ്ടാകും. പലസ്തീനിയൻ ജനങ്ങൾ ഒരുപാട് മരിക്കും. ഒന്നും നടക്കില്ല. 3, ഹാർഡ് റിയാലിറ്റി, നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ്, മെർസിനറീസ്, ഇവർക്ക് ഒരു ഫ്രീ ഹാൻഡാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത്. കാരണം ഒരു സ്റ്റേറ്റിന്റെ റെസ്പോൺസ് ലിമിറ്റഡ് ആയി കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങളുടെ ഉള്ളിലേക്ക് പോയി മറയുന്ന, സ്ത്രീകളുടെ പുറകിൽ പോയി മറഞ്ഞിരിക്കുന്ന നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിനെ വെടിവെച്ച് വീഴ്ത്തുവാൻ ഇനി സ്റ്റേറ്റിന് സാധിക്കില്ല. 3, മേഴ്സിനറി സെൻട്രിക് വാർഫെയർ, ഇതുപോലത്തെ കൂലിപ്പട്ടാളങ്ങളെ വെച്ച് കൊണ്ടുള്ള യുദ്ധം ഇവിടുന്ന് ഇനി എക്സ്പോണൻഷ്യലി വർദ്ധിക്കും. നിങ്ങൾക്ക് ഇനി ജയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ദ വാർ ഓഫ് അട്രീഷൻ, മരിക്കുക, കൊല്ലുക എന്നുള്ള ഒരു കാര്യം മാത്രമേ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ആർ യു റെഡി ഫോർ ഇറ്റ്? ദെൻ ഗോ ഫോർ ഇറ്റ്. ഇഫ് യു ആർ നോട്ട്, കീപ് സൈലന്റ്. ഇനി ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ, റീജിയൻ ഓഫ് ഇൻഫ്ലുവൻസ് ഓഫ് ദ മൈറ്റി ഭാരത്, ഇന്ത്യയുടെ മൈറ്റ് റിലീജിയൻ, നമ്മുടെ റീജിയന്റെ അടുത്ത് നിൽക്കുന്ന ഈ പ്രദേശത്ത് ഇതുകൊണ്ടുണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്താണ്, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഉണ്ടാവുന്ന ഇമ്പാക്റ്റ് എന്താണ്, ഇന്ത്യ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഇറാൻ, റഷ്യ, ചൈന ട്രയാങ്കിൾ ഈസ് ഇൻ ദ ബ്രൂവിങ്. അത് ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു. ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഗുഡ് ഫോർ ഇന്ത്യ. ഇൻ ദ ലോങ് റണ്ണിൽ ഒരു ഫ്രീ വേൾഡിന് അത് ഒട്ടും ശുഭകരമായൊരു കാര്യമല്ല. ഇനി ഈ ട്രയാങ്കിളിന് എഗെയിൻസ്റ്റ് ആയിട്ട് കൗണ്ടർ ബാലൻസ് ചെയ്യാൻ ഫ്രീ വേൾഡിന്റെ, ഡെമോക്രസീസിന്റെ അടുത്തുനിന്ന് ഏഷ്യയിൽ ഒരേ ഒരു പവറേ ഉള്ളൂ. ദാറ്റ് ഈസ് മൈ ഭാരത്, our nation India. 3, sad news. Who knows whether it is a sad news, but reality, USA is no longer invincible in all the regions. എല്ലാ പ്രദേശത്തും USA ഒരുപോലെ അജയ്യരല്ല. ചില സ്ഥലങ്ങളിൽ അവർ തോറ്റുപോകും. അതിലൊന്നാണ് ഈ മിഡിൽ ഈസ്റ്റിൽ, വെസ്റ്റ് ഏഷ്യയിൽ ഇപ്പൊ നമ്മൾ കണ്ടത്. ഇറാനിൽ നിന്നുള്ള ഫൈറ്റിൽ ഇസ്രായേലിനോട് അവർ അഡ്വൈസ് ചെയ്ത് കാം ഡൗൺ. 3, നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ യു ഹാവ് ടു മോഡേണൈസ് യുവർ ആർമി. വാർ ഓഫ് അട്രീഷൻ ആണ് ഇനിയുള്ള ഫ്യൂച്ചർ വാർഫെയർ. ഇത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് മരിക്കേണ്ടതും കൊല്ലേണ്ടതുമായിട്ട് വരും ഇൻ ലാർജ് നമ്പർ. എത്ര പേര് നിങ്ങൾ മരിക്കാൻ തയ്യാറാണ്, അത്ര മാഗ്നിറ്റ്യൂഡിൽ നിങ്ങളുടെ വിജയം ഉണ്ടാകും. കോഷ്യസ്ലി വാച്ച് ചെയ്യേണ്ടത്, പാകിസ്ഥാൻ എഴുത്തള്ളരുത്. ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് എ കൺട്രി, ബട്ട് ഇറ്റ്സ് എ ന്യൂസൻസ്. അവിടെ അവരാരുടെ മടിയിലാണ് കയറിയിരിക്കുന്നത്, ആരിൽ നിന്നാണ് ആരുടെ അടുത്താണ് പിച്ചച്ചട്ടി നീട്ടുന്നത് എന്ന് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. ഇഫ് ദേ ഹാവ് കംപ്ലീറ്റ്ലി ഗോൺ ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് ഇറാൻ, റഷ്യ ആൻഡ് ചൈന, ഇറ്റ് ഈസ് എ ഡേഞ്ചറസ് സിറ്റുവേഷൻ ഫോർ us Indians. താങ്ക് യു സോ മച്ച്. ദിസ് ഇസ് 5 seconds വ്യൂ ഓൺ ഇസ്രായേൽ വേഴ്സസ് ഇറാൻ. ശക്തിയെ ആരാധിക്കുന്നുവോ അവർ ശക്തരായി മാറും. താങ്ക് യു സോ മച്ച്.